ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അലാവസിനെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. കമവിംഗയായിരുന്നു വിജയ ഗോൾ നേടിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് റയലിനെ ഇനി കാത്തിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആഴ്സണലിനെ റയൽ മാഡ്രിഡ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. വരുന്ന ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു നിർണായക മത്സരം നടക്കുക. ആദ്യ പാദത്തിൽ 3 ഗോളുകൾക്കാണ് റയൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ 3 അതിലധികമോ ഗോളുകൾ നേടിക്കൊണ്ടുള്ള ഒരു വിജയം നേടിയാൽ മാത്രമാണ് റയലിന് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് പല റയൽ മാഡ്രിഡ് താരങ്ങൾക്കും ഇപ്പോഴുണ്ട്. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് ഓരോ താരങ്ങളും നൽകിയിട്ടുള്ളത്. അതായത് ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ സാന്റിയാഗോ ബെർണാബുവിലേക്ക് എല്ലാ റയൽ മാഡ്രിഡ് ആരാധകരെയും താരങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് ബുധനാഴ്ച അവിടെ വെച്ചുകൊണ്ട് കാണാം എന്നൊക്കെയാണ് റയൽ ആരാധകരുടെ സന്ദേശങ്ങളായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. ബെല്ലിംഗ്ഹാമിൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഇങ്ങനെയാണ്: നമുക്ക് വിശ്വാസം അർപ്പിക്കാം, ബുധനാഴ്ച കാണാം മാഡ്രിഡ് സ്റ്റാർസ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. റോഡ്രിഗോയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ബുധനാഴ്ച കാണാം മാഡ്രിഡ് സ്റ്റാർസ്, നിങ്ങളാണ് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഇനി വിനീഷ്യസിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഞങ്ങൾ ബുധനാഴ്ചത്തെ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു, ബെർണാബുവിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഞങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് വിനീഷ്യസിന്റെ ഒരു മെസ്സേജ് ആയിക്കൊണ്ട് വരുന്നത്. ബുധനാഴ്ച ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും, നമുക്ക് അവിടെ വെച്ചുകൊണ്ട് കാണാം എന്നുള്ള ഒരു പരിപൂർണ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ താരങ്ങൾ എല്ലാവരും ഉള്ളത്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കഴിഞ്ഞ ആദ്യ പാദത്തിൽ തന്നെ മോശം പ്രകടനമായിരുന്നു ക്ലബ്ബ് നടത്തിയിരുന്നത്. സമീപകാലത്തെ റയലിന്റെ പ്രകടനങ്ങൾ അത്ര ഒരു ആശാവഹമായ പ്രകടനങ്ങളല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.